ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മഹേന്ദ്രൻ്റെ വീടിൻ്റെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സേട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് ലേലത്തിൽ പങ്കുകൊണ്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മേഘയും അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ വരുന്ന കണ്ടപ്പോൾ സേട്ടു ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു, ഇവളെന്തിനാണ് ലേലത്തിൽ വന്നിരിക്കുന്നത് എന്നൊരർത്ഥത്തിൽ. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, ലക്ഷ്മി അമ്മയുടെ ശാപം നിനക്ക് ഏറ്റെന്നാ തോന്നുന്നത്. ഇതിപ്പോൾ അവസാനം നിനക്കും ഇല്ല ആർക്കും ഇല്ലാത്ത അവസ്ഥയിലായി തീർന്നു. അതുകൂടെ കേട്ട സമയത്ത് മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. അമ്മവ, വീട് ലേലത്തിൽ പോകുന്നത് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുക്കൽ വാങ്ങിക്കാൻ നിൽക്കേണ്ട. സോറി മേഘ, എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, അറിയാതെ ഞാൻ വാവിട്ടത് പറഞ്ഞു പോവുകയും ചെയ്തതാ. മനോഹരൻ സോറി പറയാണ്. ഇനി നീ അത് തെറ്റിദ്ധരിക്കണ്ട. അല്ല മേഘ, ഈ വീട് ലേലത്തിലെടുക്കാൻ ആരും വരില്ല എന്നല്ലേ നമ്മൾ കരുതിയത്. ഇതിപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. ഇനിയൊരു പക്ഷേ വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഈ വീട് ആരെങ്കിലും വാങ്ങിക്കോ? മനോഹരൻ സംശയം പറഞ്ഞത് കേട്ടപ്പോൾ മേഘ വല്ലാതെ ഭയത്തോടെയാണ് അയാളെ നോക്കുന്നത്. അതേസമയം സേഡ്ജി ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഒരു നിമിഷം ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് മേഘയുടെ അടുത്തേക്കാണ് അയാൾ വരുന്നത്. ആ സമയത്ത് മേഘ മനോഹരനോട് പറയുന്നുണ്ട്, ആരാ നമ്മുടെ വീട് വിലക്കെടുക്കാൻ വേണ്ടി പോകുന്നത്, നമുക്കൊന്ന് നോക്കാം, വാ. അവരങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോഴാണ് സേട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സേട്ട് കണ്ടപ്പോൾ തന്നെ മനോഹരൻ വേഗം കൈകൂപ്പിക്കൊണ്ട് നമസ്കാരമൊക്കെ പറയുവാണ്. തിരിച്ച് സേട്ടും ആ മര്യാദയോടെ തന്നെ കൈകൂപ്പുന്നുണ്ട്. എന്നിട്ട് മേഘയോടും മനോഹരനോടായിട്ട് പറയാണ്, ലേലത്തിൻ്റെ സമയത്ത് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളും ലേലത്തിൽ പങ്കുചേരാൻ വന്നതാണോ? അപ്പോൾ മേഘ ഒരു ദേഷ്യത്തോളം പരിഹാസത്തിൽ അയാളെ നോക്കുവാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അത്രയധികം പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് ലേലത്തിൽ പോവേണ്ട അവസ്ഥയിൽ ഞങ്ങൾ എത്തിക്കുമായിരുന്നോ? പക്ഷേ മേഘ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. അവളുടെ മുഖത്തെ പുച്ഛവും പരിഹാസവും ഒക്കെ ഞങ്ങളും കൂടി ലേലത്തിൽ പങ്കുചേരാൻ വന്നതാണ് എന്നൊരർത്ഥത്തിലായിരുന്നു. പക്ഷേ മനോഹരൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അയാൾ മേഘയോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത് കേട്ട സമയത്ത് അയാളെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് മേഘ നോക്കുന്നത്. എത്രയൊക്കെ പാപ്പരാസ്തി ആയാലും മേഘയ്ക്ക് അവളുടെ അഭിമാനം വിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സേട്ട് പറയുന്നുണ്ട്, ശരി ശരി, നിങ്ങളെന്തായാലും വന്നത് നന്നായി. നിങ്ങളുടെ സ്വത്താണല്ലോ വിൽക്കുന്നത്, ആ സ്ഥലത്ത് നിങ്ങളും ഉണ്ടാവുന്നത് നല്ലതാണ്. വരൂ, ലേലത്തിലുള്ള അധികാരികൾക്ക് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് സേട്ട് മേഘയെയും മനോഹരനെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അവർ രണ്ടുപേരും സേട്ടിന് പിന്നാലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. മേഘയും മനോഹരയും ലേലത്തിന് വന്ന് എല്ലാവർക്കും മുന്നിൽ നിർത്തിക്കൊണ്ട് സേട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ലേലത്തിലെടുക്കാൻ വേണ്ടി വന്ന വീട് ഇവരുടേതാണ്. ഇവരുടെ പേര് മേഘ. ഇവർ ആ വീട് എൻ്റെ കയ്യിൽ നിന്നും പണയത്തിന് 3 കോടി രൂപയ്ക്കാണ് പണയം വെച്ചത്. അതുകൊണ്ട് തന്നെ ലേലം 3 കോടി രൂപയിലാണ് ആരംഭിക്കുന്നത്. നിങ്ങളിൽ ആരാണോ 3 കോടി രൂപയോ അതിനു മേലെയോ എടുത്തിട്ട് ആ വീട് വാങ്ങിക്കുന്നത്, അവർക്ക് ആ വീടും അടുത്തുള്ള പ്രോപ്പർട്ടിയും കിട്ടുന്നതായിരിക്കും. മേഘ വല്ലാതെ തകർന്ന അവസ്ഥയിൽ അയാളെ നോക്കി നിൽക്കുകയാണ്. കാരണം ആ വീട് കൈവിട്ടു പോകുമെന്ന് അവൾ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രികയ്ക്ക് മുന്നിൽ ജയിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും മേഘയും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സേട്ട് പറയുന്നുണ്ട്, മേഘ മാഡം, നിങ്ങൾ ഇനി അവിടെ പോയി ഇരുന്നോളൂ. നിങ്ങൾ ഈ ലേലം നടക്കുന്ന സ്ഥലത്ത് വന്നല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നേരിട്ട് അറിയാലോ എന്ന് പറഞ്ഞപ്പോൾ മേഘയും മനോഹരനും അവിടെ ഇരിക്കുകയാണ്. സേട്ടാണെങ്കിൽ പോയിട്ട് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് പോയിരിക്കുന്നത്. മേഘ വല്ലാതെ ഭയത്തോടു കൂടി മനോഹരനെ നോക്കുവാണ്. അല്പസമയം കഴിഞ്ഞാൽ ആ വീട് അവരുടേതല്ലാതായി ആണെന്നാണല്ലോ. അപ്പോൾ സേട്ട് ലേലത്തിലിരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, എല്ലാവരും വന്നു കഴിഞ്ഞു, ഇനി ലേലം വിളിക്കാൻ തുടങ്ങിക്കോളൂ. 5 ഏക്കർ സ്ഥലത്ത് കരിങ്കല്ല് കൊണ്ട് പണിത ഈ ബ്രഹ്മാണ്ഡ വീട് വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീടാണ്. മേഘയുടെ വീടിനെ കുറിച്ചാണ് അയാൾ വർണ്ണിക്കുന്നുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അപ്പോൾ അയാൾ ബാക്കി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വീട് പഴയൊരു മോഡലായിട്ട് നാലകവും നടുമുറ്റവും ഒക്കെ ചേർന്നൊരു വീടാണ്. അതാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി. അതുമാത്രമല്ല, ആ വീടിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങളും പുഴകളും തോടുകളും ഒക്കെ ഉണ്ട്. അത്രയധികം ഭംഗിയുള്ള ഈ വീടിൻ്റെ ആരംഭിക്കുന്ന വില 3 കോടി രൂപ. മേഘ നിരാശയോടുകൂടി തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി ലേലം ആരംഭിക്കാം. ആർക്കൊക്കെയാണോ വില വിളിക്കേണ്ടത് അവർക്കൊക്കെ വിളിക്കാൻ തുടങ്ങാം. ആദ്യത്തെ ലേലം വിളിച്ചത് 3 കോടി രൂപ 3 കോടി 10 ലക്ഷത്തിനായിരുന്നു. അപ്പോൾ അത് സേട്ട് എടുത്ത് വിളിക്കുകയാണ്. പിന്നീട് 3 കോടി 20 ലക്ഷവും 3 കോടി 40 ലക്ഷവും ആയിട്ട് ലേലം വിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേഘ വല്ലാതെ വേർക്കുന്നുണ്ടായിരുന്നു. സേട്ടിനോട് പറഞ്ഞിട്ടില്ലെങ്കിലും മേഘ ലേലത്തിൽ പങ്കുചേരാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവസാനം വിളിക്കുന്നത് ലേലത്തിൽ ഏറ്റവും അവൾ വിചാരിച്ച പൈസയാണെങ്കിൽ ആ പൈസക്ക് അവൾക്ക് എടുക്കാമെന്നൊക്കെയായിരുന്നു അവളുടെ വിചാരം. ആ സമയത്ത് മേഘ പേടിയോടും ദേഷ്യത്തോടും കൂടി മനോഹരനോട് പറയുന്നുണ്ട്, എന്താ അമ്മാവ,
ആരും ഇത്രയധികം പണത്തിന് ഈ വീട് എടുക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും വലിയ എമൗണ്ടിനൊക്കെ ആണല്ലോ ഓരോരുത്തരും ലേലം വിളിക്കുന്നത്. ഇതിപ്പോൾ ആരും എടുത്തിട്ടില്ലെങ്കിലും അവർ മത്സരിച്ച് ലേലത്തിൽ വില കൂട്ടി കൊണ്ടുവരികയാണല്ലോ. അപ്പോൾ ഈ വീടിന് നമുക്ക് തിരിച്ച് കിട്ടുകയില്ലേ? അവൾ വേവലാതിയോട് കൂടെ ചോദിച്ച സമയത്ത് മനോഹരം പറയുന്നുണ്ട്, മോളെ, ആനവായിൽ കിട്ടിയിരിക്കുന്ന പഴത്തിൻ്റെ കൊലയും അതുപോലെ സേട്ടിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വസ്തുവും ഇതുവരെ തിരിച്ചു കിട്ടിയ ചരിത്രമേ ഇല്ല മോളെ. മേഘ, വീട് നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇവിടെ വന്ന് ലേലത്തിൽ പങ്കുചേർന്ന് ലേലം എത്ര പൈസക്കാണ് പോകുന്നത് എന്ന് നോക്കിക്കോ. അല്ലാതെ വീടിനെക്കുറിച്ച് ആലോചിച്ച് ഇനി ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. 3,70,00,000 പിന്നീട് വിളിച്ച ലേലത്തിൻ്റെ വില. അപ്പോൾ ഒരു തരം 2 തരം എന്ന് പറഞ്ഞപ്പോഴേക്കും വേറൊരാൾ കയറിയിട്ട് 4 കോടിക്കാണ് വിളിച്ചത്. മേഘ അതിശയിച്ച് നോക്കി നിൽക്കുവാണ്. സേട്ടു ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സേട്ടു അയാളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ ഒരു വ്യക്തി 4 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ ലേലം എടുത്തിരിക്കുന്നത്. എൻ്റെ ദൈവമേ, 4 കോടി രൂപയോ? നമുക്ക് വെറും 3 കോടി രൂപ തന്നിട്ട് നമ്മുടെ വീട് 4 കോടി രൂപയ്ക്കാണല്ലോ സേട്ട് മറച്ചു വിൽക്കുന്നത്. മനോഹരം വാ പൊളിച്ച് നിൽക്കുവാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതേ അമ്മാവ, നമ്മുടെ വീടിന് മതിപ്പ് വിലയില്ല, അത്രത്തോളമൊന്നും പൈസ കിട്ടില്ല എന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ട് വെറും 3 കോടി രൂപ തന്നിട്ട് ഇപ്പോൾ അയാൾ 4 കോടി രൂപയ്ക്കാണ് ഇത് വിൽക്കാൻ പോകുന്നത്. അയ്യോ മേഘ, ഈ വീടിന് ഇത്രയധികം വില കിട്ടുന്ന ആദ്യം അറിയായിരുന്നെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ സേട്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം പണം വാങ്ങിക്കായിരുന്നു. അതേ അമ്മാവ, മേഘയും നിരാശയോടെ പറയുകയാണ്. ഒരു കാര്യമില്ലാതെ 1 കോടി രൂപയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. അവർക്ക് 2 പേർക്കും സങ്കടമാവുകയാണ്. ആ സമയത്ത് ലേലം വിളിക്കാൻ വന്നവർ പറയുന്നുണ്ട്, മിസ്റ്റർ സുന്ദരം, മേഘയുടെ വീട് 4 കോടി രൂപയ്ക്ക് ലേലം വിളിച്ചിരിക്കുന്നു. അപ്പോൾ സേട്ട് വീണ്ടും പറയുന്നുണ്ട്, 4 കോടി രൂപയ്ക്ക് മേൽ ഇനി ആർക്കെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. മേഘ അതിശയത്തിൽ അയാളെ നോക്കുവാണ്. ഇത്രയും കിട്ടിയിട്ട് ഇയാൾക്ക് മതിയായില്ലേ എന്നൊരർത്ഥത്തിൽ. അപ്പോൾ അയാൾ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, 2 മിനിറ്റ് സമയം തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിക്കാൻ. അതിനുള്ളിൽ ഇനി ചോദിക്കുന്നവർക്ക് ചോദിക്കാം. ഇനി അത് കഴിഞ്ഞിട്ടും ആർക്കും വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ മേഘയുടെ വീട് 4 കോടി രൂപയ്ക്ക് സുന്ദരത്തിന് തന്നെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുന്ദരം വലിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് മേലൊന്നും ആരും വിളിക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വളരെ നിർണായകമായൊരു നിമിഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മേഘ മനോഹരനോട് പറയുന്നുണ്ട്, അമ്മാവാ, സേട്ട് നമുക്ക് 3 കോടി രൂപ മാത്രം നമ്മുടെ വീടിന് തന്നിട്ട് 4 കോടി രൂപയ്ക്കാണ് നമുക്ക് മുന്നിൽ വെച്ച് തന്നെ ഈ വീട് ലേലം വിളിക്കുന്നത്. എന്തൊരു അന്യായമാണ് ഇത്! വെറുതെ വിടാൻ പാടില്ല അമ്മാവാ. എന്തായാലും എക്സ്ട്രാ വാങ്ങിക്കുന്ന 1 കോടി രൂപയിൽ പകുതിയെങ്കിലും നമുക്ക് ചോദിച്ചു വാങ്ങിക്കണം. വീട് നമ്മുടേത്, എന്നിട്ട് നമ്മുടെ വീട് വിറ്റിട്ട് അതിൻ്റെ ലാഭം കിട്ടുന്നത് സേട്ടിനാണോ? മേഘ പറയുന്നത് കേട്ടപ്പോൾ മനോഹരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ സേട്ട് നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. അയാളുടെ അടുത്തുനിന്ന് 1 രൂപ പോലും കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. എന്താന്ന് വെച്ചാൽ ആ വീടിപ്പോൾ സേടിൻ്റെ പേരിലാണ് ഉള്ളത്. അയാളുടെ പേരിലുള്ള വീട് അയാൾ ലേലത്തിന് വെച്ചിട്ട് അതിൻ്റെ പങ്ക് നമ്മൾ ചോദിക്കാൻ പോയാൽ എങ്ങനെയാ മോളെ നമുക്ക് അയാൾ പങ്ക് തരിക? അപ്പോൾ സേട്ടിൻ്റെ കയ്യിൽ നിന്നും നമുക്കൊരു പൈസയും കിട്ടില്ലേ അമ്മാവാ? അയ്യോ മോളെ, ഞാൻ തീർത്ത് പറയാം, ഒരു 10 രൂപ പോലും കിട്ടുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. മേഘ കടുത്ത നിരാശയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പലിശയുടെ പണം ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി സേട്ട് പറയുന്നുണ്ട്, ലേലം അവസാനിക്കാൻ പോവുകയാണ്. ഇത് അവസാനത്തെ അവസരമാണ്. ഈ 4 കോടി രൂപയ്ക്ക് മുകളിൽ ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ ഇപ്പോൾ വിളിക്കാം. ഇല്ലെങ്കിൽ ലേലം അവസാനിപ്പിച്ചിട്ട് വീട് മിസ്റ്റർ സുന്ദരത്തിന് കൈമാറുന്നതാണ്. അവസാനം വീട് സുന്ദരത്തിന് കൈമാറാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ സേട്ട് അവിടെ നിൽക്കുന്ന ആളോട് പറയുന്നുണ്ട്, മതി, ലേലം അവസാനിപ്പിക്കാം. അവസാനമായിട്ട് ഒന്നുകൂടി നീ വിളിച്ചു ചോദിക്കൂ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അയാൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, 4 കോടി 1 തരം, 4 കോടി 2 തരം, 4 കോടി 3 തരം. അയാൾ വിളിക്കാൻ തുടങ്ങിയതും വളരെ ദൂരത്തു നിന്ന് ചന്ദ്രികയുടെ ശബ്ദം വന്നിട്ടുണ്ടായിരുന്നു. നിർത്ത്! എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുവാണ്. അപ്പോൾ സിദ്ധാർത്ഥും ഒപ്പം ചന്ദ്രികയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ കാറിൽ അവർ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ മേഘ അതിശയത്തോടെയാണ് ചന്ദ്രികയെ നോക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഇവൾ നിർത്താൻ പറഞ്ഞിരിക്കുന്നത് എന്നൊരർത്ഥത്തിൽ. എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് ചന്ദ്രികയും സിദ്ധാർത്ഥും ആ ഒരു ലേലത്തിൽ പങ്കുചേരാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരം മേഘയുടെ ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്, അല്ല മേഘ, സിദ്ധുവും ചന്ദ്രികയും എന്തിനായിരിക്കും ഇവിടെ ലേലത്തിൽ പങ്കുചേരാൻ വന്നത്? അതുമല്ല, ഇവരെന്തിനിപ്പോൾ ലേലം നിർത്താൻ പറഞ്ഞത്? അതേ അമ്മാവ എനിക്കും മനസ്സിലാവാത്തത്.
ഇനി ഒരു പക്ഷേ എത്ര കോടി രൂപയ്ക്കാണ് ലേലം പോയത് എന്ന് അറിയാൻ വേണ്ടി മഹേന്ദ്രൻ അച്ഛൻ പറഞ്ഞു വിട്ടതായിരിക്കുമോ? അതെന്തിനാ ലേലത്തിൻ്റെ സ്ഥലത്ത് വരേണ്ട ആവശ്യം? മനോഹരൻ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അയാളോട് പറയുന്നുണ്ട്, സെഡ്ജിനോട് പറയുന്നുണ്ട്, സോറി സെഡ്ജി, ഞങ്ങൾ ലേലത്തിൽ പങ്കുചേരാൻ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇന്നലെ ഞങ്ങൾ പത്രത്തിൽ വായിച്ചത് പ്രകാരം ഈ ലേലത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ സാധിക്കുമോ? ചന്ദ്രിക ചോദിച്ചു കേട്ടപ്പോൾ മേഘ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇവിടെ എന്താ ഈ പറയുന്നത് എന്നൊരർത്ഥത്തിൽ. മനോഹരനും അതിശയത്തോടെ മേഘയോട് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? ചന്ദ്രിക ലേലത്തിൽ പങ്കുചേരാൻ വന്നതാണെന്നോ? ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് മേഘ? അതാ അമ്മാവ എനിക്കും മനസ്സിലാവാത്തത്. കുറച്ച് സമയം നമുക്ക് കാത്തു നിന്ന് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാലോ. അപ്പോൾ ലേലം വിളിച്ചിട്ട് ആ വീട് കിട്ടിയ ആൾ പറയുന്നുണ്ട്, അതെങ്ങനെയാ സേഠ്ജി, ലേലത്തിൽ പങ്കുചേരാൻ വേണ്ടി ഒരു സമയം നിങ്ങൾ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ വന്നിട്ട് ലേലത്തിൽ പങ്കുചേർത്താൽ മാത്രമല്ലേ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഇത് കിട്ടുള്ളൂ. ഇവരുടെ ഇഷ്ടത്തിന് ലേലത്തിൽ വന്ന് ചേരുന്നത് എങ്ങനെയാ? അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സേഠ്ജി, നിങ്ങൾ ലേലം അവസാനിപ്പിച്ചിട്ട് വീട് എനിക്ക് തരാൻ നോക്ക്. അപ്പോൾ സിദ്ധു സേഠ്ജിയോട് പറയുന്നുണ്ട്, സർ എന്താ ഇത്, ഞങ്ങളും ഈ ലേലത്തിൽ പങ്കുചേരുമെന്ന് നേരത്തെ ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ആയത് കാരണം കുറച്ച് നേരം വൈകിപ്പോയി. എന്തായാലും ഞങ്ങളെയും ഈ ലേലത്തിൽ പങ്കുചേരാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കണം. അപ്പോൾ സേഠ്ജി സുന്ദരത്തിനോട് പറയുന്നുണ്ട്, സുന്ദരം, നിങ്ങൾ ഇപ്പോൾ ദേഷ്യപ്പെടിക്കരുത്. ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് വിചാരിച്ചാൽ ഇത് ഈ വീടിൻ്റെ ആദ്യത്തെ ഓണറാണ്, മഹേന്ദ്രൻ്റെ മകളാണ് ചന്ദ്രിക. ഈ ലേലത്തിൽ അവരും പങ്കുചേരുമെന്ന് അവരെന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സേഠ്ജി സുന്ദരത്തിനോട് പറയുന്നുണ്ട്, എന്തോ ഒരു ട്രാഫിക് ബ്ലോക്ക് കാരണം അവർക്ക് സമയത്തിനിവിടെ വരാൻ സാധിച്ചില്ല. നിങ്ങളെല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഇവരെ കൂടി ഈ ലേലത്തിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ശരി. സുന്ദരം വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശാന്തരായിട്ട് നിൽക്കുന്ന സമയത്ത് മേഘ ശബ്ദം ഉയർത്തി വിളിക്കുന്നുണ്ട്, സേഠ്ജി. എന്നിട്ട് അവിടെ പരിഹാസത്തോടെ പറയാണ്, ലേലം എടുക്കാൻ വന്ന ചന്ദ്രികയ്ക്ക് ലേലത്തിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു. ആദ്യം തന്നെ എത്ര കോടിക്കാണ് വീട് ലേലത്തിൽ പോയിരിക്കുന്നതെന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. മേഘ ചന്ദ്രികയെ നോക്കി പുച്ഛത്തോടു കൂടിയാണ് സേഠ്ജിയോട് പറയുന്നത്. അപ്പോൾ സേഠ്ജി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, 4 കോടി രൂപയ്ക്കാണ് സുന്ദർജി ആ വീടെടുത്തിരിക്കുന്നത്. സിദ്ധുവും ചന്ദ്രികയും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. 4 കോടി രൂപയോ? അപ്പോൾ സേഠ്ജി പറയുന്നുണ്ട്, 4 കോടി രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഈ ലേലത്തിൽ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ലേലത്തിൽ പങ്കെടുക്കാം. അതല്ലെങ്കിൽ ഇനി ലേലം നടക്കുന്ന ഈ സ്ഥലത്ത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പോയിക്കോളൂ. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും പൈസയ്ക്ക് എന്തായാലും ചന്ദ്രികയ്ക്ക് ആ വീട് വാങ്ങിക്കാനാവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ചന്ദ്രികയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മേഘയ്ക്ക് അത് മനസ്സിലായതുമാണ്. 4 കോടി രൂപയോ? 4 കോടി രൂപയ്ക്ക് മുകളിൽ എങ്ങനെയാണ് ചന്ദ്രിക നമുക്കത് വിളിച്ചെടുക്കാൻ സാധിക്കുക? വീണ്ടും സിദ്ധു ചോദിക്കുകയാണ്. അത്രയും പണത്തിന് നമ്മൾ എവിടെ പോവാനാ ചന്ദ്രിക? നമുക്കിനി റിസ്ക് എടുക്കണ്ട, വാ നമുക്ക് പോവാം. സിദ്ധു ചന്ദ്രികയുടെ ശബ്ദം താഴ്ത്തി പറഞ്ഞു കൊടുക്കുവാണ്. ചന്ദ്രിക ആകെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്കത് കൈവിട്ട് കളയാൻ പറ്റുന്ന ഒരു ഗെയിം ആയിരുന്നില്ല. അത് തന്നെ മനസ്സിലാക്കിയിട്ട് മേഘ കളിയാക്കിയിട്ട് പറയാണ്, എന്താ ചന്ദ്രിക, ഇവിടെ തക്കാളിക്കോ അല്ലെങ്കിൽ ഉള്ളിക്കോ ലേലം നടക്കുകയാണെന്നാണോ വിചാരിച്ചത്? നീ വിചാരിക്കുന്നത് പോലെ ഇത് ചെറിയ സ്ഥലമൊന്നുമല്ല. ആദ്യം ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. മേഘയുടെ സംസാരം ചന്ദ്രികയുടെ വാശി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയും വലിയൊരു എമൗണ്ട് അവൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതും ആയിരുന്നില്ല. അപ്പോൾ സുന്ദർജി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, അവർ പറയുന്നത് കേട്ടില്ലേ, ഇത്രയും വലിയൊരു വിലക്ക് എടുക്കാൻ സാധിക്കില്ലെങ്കിൽ വെറുതെ ഇവിടെ നിന്ന് സമയം വേസ്റ്റാക്കാതെ പോവാൻ നോക്ക്. വെറുതെ അവസാന സമയത്ത് വന്നിട്ട് ടൈം വെറുതെ വേസ്റ്റാക്കാതെ. സേഠ്ജി, ഞാൻ പറഞ്ഞ വിലക്ക് വീട് എനിക്ക് തന്നെ തരാൻ നോക്ക്. 4 കോടി ഞാൻ ഇപ്പം തന്നെ സെറ്റിൽ ചെയ്യാം. അയാൾ ഭയങ്കര ആവേശത്തോടെ പറയുകയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ പരിഹാസത്തോടെ ചന്ദ്രികയെ നോക്കി നിൽക്കുവാണ്. ചന്ദ്രിക, വാ പോവാം. സിദ്ധു പറഞ്ഞപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെ നോക്കുകയാണ്. അപ്പോൾ സേഠ്ജിയും പറയുന്നുണ്ട്, ചന്ദ്രിക, നിങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അവസാനിപ്പിക്കാമായിരുന്നു. ചന്ദ്രികയ്ക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അത്രയും വലിയൊരു എമൗണ്ട് അവൾക്ക് താങ്ങാനും സാധിക്കില്ല, ആ വീട് അവൾക്ക് വിട്ട് കളയാനും പറ്റില്ല. അപ്പോൾ സിദ്ധു വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രിക ഞാൻ പറയുന്നത് കേൾക്ക്, വാ പോവാം. സിദ്ധു ചന്ദ്രികയുടെ കൈയും പിടിച്ചു വലിച്ച് പോവുകയാണ്. മറുത്തൊന്നും പറയാതെ ചന്ദ്രികയും സങ്കടത്തോടെ തിരിച്ചു നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നിൽ നിന്നും സേഠ്ജി വിളിച്ച് പറയുന്നുണ്ട്, സുന്ദർജി 4 കോടി രൂപയ്ക്ക് മേഘയുടെ വീട് ലേലത്തിലെടുത്തിരിക്കുകയാണ്. മറുത്ത് വേറെ ആരും പറയാത്തത് കൊണ്ട് തന്നെ ഈ വീട് സുന്ദർജിക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ധുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ചന്ദ്രിക തിരിച്ചങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ച് പറയാണ്, 4 കോടി 1 ലക്ഷം.
എല്ലാവരും ചന്ദ്രികയെ നോക്കി നിൽക്കുന്ന സമയത്ത് സിദ്ധു ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക ഇത്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇത്രയും വലിയൊരു എമൗണ്ട് ഏറ്റെടുക്കുന്നത്? ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ ആരുടെ കയ്യിലാണ് ഉള്ളത്? അറിയാം സർ, പക്ഷേ ഇതെൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഈ വീട് വാങ്ങിച്ച് തിരിച്ച് എനിക്ക് എൻ്റെ അച്ഛന് കൊടുത്തു തന്നെ ആവണം. ചന്ദ്രിക, നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മളെ കൊണ്ട് എങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ച് നീ കുറച്ചെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട് സർ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ പണം നമ്മൾ കണ്ടെത്തി തന്നെ ആവണം. ഞാൻ ഈ ലേലം ഏറ്റെടുത്ത് വിജയിപ്പിച്ച് എനിക്ക് എൻ്റെ അച്ഛൻ ആ വീട് തിരിച്ചു കൊടുക്കണം. അതിനുള്ള പണം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചന്ദ്രിക, ഇതൊക്കെ നിൻ്റെ വാശിയാണ്, അല്ലാതെ ഇത്രയധികം പണം നമ്മളെ കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കില്ല. എനിക്ക് വിശ്വാസമുണ്ട് സർ. അവൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ മേഘ മനോഹരനോട് പറയുന്നുണ്ട്, എന്താ അമ്മാവ ചന്ദ്രിക പെട്ടെന്ന് തന്നെ 4 കോടി 1 ലക്ഷം എന്നൊക്കെ പറയുന്നത്? അത്രയും പണമൊക്കെ അവളുടെ കയ്യിലുണ്ടോ? അറിയില്ല മോളെ. ഇനിയൊരു പക്ഷേ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കയ്യിൽ പണം അച്ചടിക്കുന്ന മെഷീൻ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും കേൾക്കെ. അപ്പോൾ സേട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക 4 കോടി 1 ലക്ഷം രൂപയ്ക്ക് ഈ വീട് ലേലത്തിൽ വിളിച്ചിരിക്കുകയാണ്. ഇനി ഇതിനുമേൽ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചന്ദ്രിക വിളിച്ചതിന് മേലെ ആരും വിളിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. സുന്ദർജി പോലും ഒരു ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോൾ ലേലം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിളിക്കുകയാണ്. 4 കോടി 1 ലക്ഷം ഒരു തരം എന്നിങ്ങനെ വിളിച്ച് പറയുകയാണ്. എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് മേഘ ഇങ്ങനെ മനോഹരനോട് പറയുന്നുണ്ട്, ചന്ദ്രിക എന്തോ തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.